ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണേന്നറിയോ? കുമ്പളങ്ങ വെച്ച് ഓലൻ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ പറമ്പിൽ. അപ്പോൾ ആദ്യം നമ്മൾ മോരേറി വെച്ചു. ഇനി നമുക്ക് ഓലൻ വയ്ക്കാം. ഓലന് കാന്താരിമുളകാണ് ഇട്ടിടണേ. കാന്താരിമുളക് ഇട്ട് നിറച്ചും കാന്താരിമുളകും പിന്നെ വേപ്പിലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കഷ്ണങ്ങൾ വളരെ ചെറുതായിട്ടാണ് അരിയണേ. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ ഓലൻ്റെ കൂടെ മീൻ വറുത്തത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം, മീൻ വറുത്തതൊക്കെ ആയിട്ട്. അതിരിയും പിന്നെ ഓലനാണെങ്കിൽ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ അവനും ഇഷ്ടമാണ്. ഓലൻ്റെ ടേസ്റ്റ് ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാം. കഷ്ണങ്ങൾ ഇത്രയും ഉണ്ട് കേട്ടോ, അധികമാണ്. പക്ഷെ ഇതെടുക്കാണ് എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ചെറിയ കംപ്ലയിൻറ്റ് പറഞ്ഞില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ തീർക്കണം, അല്ലെങ്കിൽ അത് ഒക്കെ ചീത്തയായി പോകും. നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് അരിയാം. അതിന് മുമ്പ് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കഴുകാൻ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് കഴുകിയിട്ട് നമുക്ക് അരിയാം. മുളകാ? ആ, വഴുതനങ്ങ. വറക്കാം വറക്കാട്ടാ. നല്ല ടേസ്റ്റാണ് അത് വറുത്തിട്ടുണ്ടെങ്കിൽ. അതിരി വഴുതനങ്ങ അവിടെ കണ്ടിട്ട് വറക്കണ കാര്യം പറയാം. പറമ്പിൽ ഉണ്ടായതാണ്. അപ്പോൾ അത് നല്ല കൊടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വറുത്തും കുറച്ച് വറുത്ത് ചേർക്കാം. എൻ്റെ ഇത്രയും ചെറുതായിട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടില്ലേ, പ്രത്യേക രുചിയാണ്. ഓലിന് ഇഷ്ടമുള്ളവരായിരിക്കും അത്യാവശ്യം എല്ലാവരും. ഞാൻ കാന്താരി മുളക് പൊടിച്ചിട്ടുണ്ട്. അവിടെ കുറച്ചുണ്ട്, പക്ഷേ അവിടെ ഇപ്പോൾ പുല്ലുണ്ടെന്നേ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ. ഇത്ര ഉണ്ട് കഷ്ണങ്ങൾ. അപ്പോൾ നമുക്കിനി കറി വയ്ക്കാൻ തുടങ്ങാം കേട്ടോ. നമുക്ക് കാന്താരി മുളക് പൊട്ടിക്കാം കേട്ടോ. ഓലനുള്ളത് അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ പറമ്പ് നന്നൊക്കെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ വഴുതനങ്ങ ഉണ്ടായത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാണിച്ചു തന്നില്ലേ? അപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ. അപ്പോൾ നമുക്ക് കാന്താരി മുളക് പറിക്കാം. ഒക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. പച്ച പോലത്തെ ഉള്ളത് പൊട്ടിച്ചിടുന്നതായിരിക്കും നല്ലത്. പഴുത്തത് വീണോട്ടെ. കിളികളൊക്കെ കഴിച്ച് അവിടേക്ക് വീണിട്ട് വീണ്ടും മുളയ്ക്കും. അങ്ങനെ മുളയ്ക്കണതാണ് പതിവ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ വയ്ക്കണതൊന്നും അങ്ങനെ പിടിക്കില്ല. പക്ഷെ ഇങ്ങനെ കിളികൾ കൊണ്ടുപോയിട്ട് എന്തൊക്കെ വേഗം പിടിച്ച് അതൊക്കെ നന്നായിട്ട് പിടിച്ച് വരും. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചെടുക്കട്ടെ കേട്ടോ. ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയുണ്ട്, പറിക്കാൻ ഒത്തിരി ഉണ്ട്. പക്ഷേ ഫ്രിഡ്ജിലിപ്പോൾ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ളത് അപ്പോൾ പൊട്ടിക്കണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സൂക്ഷിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറിച്ചു കേട്ടോ. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അതിന് മുമ്പ് തേങ്ങ ചിരകി വയ്ക്കണം. തേങ്ങ ചിരകി അരച്ച് വയ്ക്കണം. ചിലപ്പോൾ കറണ്ട് പോകുന്ന ടൈമൊക്കെ ആവും. ചിലപ്പോൾ ഈ സമയത്തൊക്കെ അവധി ദിവസങ്ങളിലാണ് അവർ മിക്കപ്പോഴും കറണ്ട് കളയാറ്. അപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ, ചെയ്യാൻ തുടങ്ങാം. തേങ്ങ ചിരകി വെച്ചു കേട്ടോ. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. പിന്നെ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാം. ബാക്കി പിന്നെ ഒന്നുകൂടിയും കറക്കുമ്പോൾ കിട്ടൂലേ, അതെടുത്ത് നമുക്കത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാം.
ഇപ്പോൾ കുമ്പളങ്ങയിലോട്ട് മൂന്നാം പാൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചതെടുത്തു. ഇനി മൂന്നാം പാൽ ഒഴിക്കാം കേട്ടോ. മൂന്നാം പാലിലും ഉണ്ട് അത്യാവശ്യം, പിഴിഞ്ഞെടുത്ത മൂന്നാം പാലിലും അത്യാവശ്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അത് പാല്. മൂന്നാം പാലെടുത്തിട്ട് നമുക്ക് വേവിക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കാന്താരിമുളകും വേപ്പില ഇടുക. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കണേ. ഇതിലേക്ക് കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടു, പിന്നെ കാന്താരിമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ മൂന്നാം പാലിലാണ് വേവിക്കണേ. അപ്പോൾ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഇതാ കുമ്പളങ്ങയുടെ തൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൊണ്ട് ചെത്തിയിട്ട് അത് കഴുകിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതിൽ ഉപ്പും ഇച്ചിരി മുളകും ഇട്ട് നമുക്കത് വറക്കാം. അപ്പോൾ അതിലേക്ക് അത് ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ വറുത്തിട്ട്. വേവായിട്ടുണ്ട് കേട്ടോ, പകുതി വേഗമായിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഇതിനെ തിളക്കട്ടെ കേട്ടോ. ഏറ്റവും അവസാനം ഒന്നാം പാൽ വെച്ചിട്ട് നമുക്ക് വെക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. എന്നിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി അടിച്ചാൽ കറി ഓക്കെ. ഇതെല്ലാവരും ചെയ്യണതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ കറി ഒന്ന് കാണിച്ചു തന്നാം. രണ്ട് വേപ്പിലയും കൂടി ഉരുടാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഓല റെഡിയായി. താങ്ക് യു.